ശ്രീ ബിനീഷ് കിരൺ, ഇന്ന് തോക്കിൻ മുനയിൽ നിന്ന് ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യ കളിക്കേണ്ട ഒരു സാഹചര്യമാണല്ലോ. ഇന്ന് 6:30 കളിയിൽ ആര് തോറ്റാലും അവർക്ക് നാട്ടിലേക്ക് വിമാനം കയറാം അല്ലേ? തീർച്ചയായിട്ടും ഈ യൂറോ കപ്പിലെ മരണ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പിലാണ് ക്രൊയേഷ്യ, സ്പെയിൻ, ഇറ്റലി, അതുപോലെ തന്നെ അൽബേനിയ വന്നിരിക്കുന്നത്. ആദ്യ അടി പ്രഹരം ഏറ്റിരിക്കുന്നത് ക്രൊയേഷ്യക്കാണ് സ്പെയിനിന്റെ അടുത്ത്. അത് ആദ്യം മത്സരം തോൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു വില കൊടുക്കേണ്ടി വരും. കാരണം സ്പെയിനും ക്രൊയേഷ്യയും ഈ ഗ്രൂപ്പിന് സാധ്യത കൽപ്പിച്ച ടീമാണ്. മറ്റൊന്ന് ഇറ്റലിയാണ്. അതേ സമയത്ത് മറുവശത്ത് അൽബേനിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അല്പം ബൂസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇറ്റലി പോലുള്ള ഒരു വമ്പൻ ടീമിനെ ആദ്യ 23 സെക്കൻഡിൽ തന്നെ ആദ്യ ഗോള് നേടുന്നു. അതിനുശേഷം മികച്ച രീതിയിൽ പോരാടുന്നു. ഒരു ചെറിയ നിർഭാഗ്യം അല്ലെങ്കിൽ ചെറിയ പിഴവുകൾ കൊണ്ട് മാത്രം ആ മത്സരം നഷ്ടപ്പെടുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വലിയ ഒരു മോറൽ ബൂസ്റ്റ് ആണ് അൽബേനിയക്ക് കിട്ടിയിരിക്കുന്നത്. മറുവശത്ത് സ്പെയിനിന്റെ അടുത്ത് 3 ഗോളിന് പരാജയപ്പെടുക, അത്ര മികച്ച രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതിരിക്കുക, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ പോസിറ്റീവായിട്ട് എല്ലാം ഒത്തു വന്നിരിക്കുന്നത് അൽബേനിയക്കാണ്. അതുകൊണ്ട് അവർക്ക് ഇതൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം അടുത്ത മാച്ച് വരുന്നത് സ്പെയിനിന്റെ കൂടെയാണ്. ആ മത്സരം അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള മാച്ചായിരിക്കും. അതുകൊണ്ട് ഇതിന്റെ അകത്ത് ഡു ഓർ ഡൈ ചെയ്തേ പറ്റൂ അൽബേനിയ. അപ്പൊ അവർ ഇതിനു വേണ്ടിയിട്ട് എല്ലാ പ്രകടനവും എല്ലാ കയ്യിലുള്ള ആയുധങ്ങളും പുറത്തെടുത്ത് മത്സരിക്കും. അതേ സമയത്ത് ക്രൊയേഷ്യക്ക് ഇന്നത്തെ മത്സരം ജയിച്ചില്ലെങ്കിൽ ഈ ടൂർണമെന്റ് നിലനിൽക്കുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. താങ്ക് യു ബിനീഷ്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കൂടുതൽ വിശകലനങ്ങൾക്കായി. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us.